അത് ശരി, പുലരാൻ നേരത്ത് പോയാൽ മതി, ഞാൻ പറഞ്ഞതല്ലേ. അപ്പൊ വലിയ തിരക്ക് അഭിനയിച്ചിട്ട് എനിക്കറിയാം പോകാൻ ഒട്ടും മനസ്സ് വരുന്നില്ല. ശരിയാ, അങ്ങനെ വെറുതെ പോവാൻ ആണ്ടവേട്ടന് മനസ്സ് തോന്നണില്ല. ഇതിന്റെ ഉള്ളിൽ ഉണക്കമുന്തിരി നിറച്ചു വെച്ചേക്കല്ല. ഇവിടെ കിടന്ന് അലറി വിളിച്ചാലും ഞാൻ 2-3 വെടി പൊട്ടിച്ചാലും പുറമുള്ളവരാരും അറിയാൻ പോണില്ല. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോ പണിക്കരേട്ടന്റെ ഒരു സൂക്കേസ് ഉണ്ടായില്ലേ, അതേവിടെ വെച്ചേക്കണേ? സീരിയല് തുടങ്ങി. ഇതാണ് ഈ പെണ്ണുങ്ങളുടെ ഒരു കുഴപ്പം. ഇനി ഞാൻ ആ മുടി അങ്ങോട്ട് ചുറ്റിപ്പിടിച്ച് ചുമരിലടിച്ച് നെറ്റിപ്പൊട്ടി ചോര ഒലിക്കുമ്പോ പറയും, എന്തൊരു മനപ്പൊരുത്തം, എന്തൊരു മനപ്പൊരുത്തം. ഡോണ്ട് വേ. പണിക്കരുടെ കീപ്പിംഗ് തിരക്കേടില്ലല്ലേ ഉണ്ടത്തി ചേച്ചിയെ. ഈ കീപ്പ് ചെയ്യാന്ന് പറഞ്ഞാ ഇതിങ്ങനെ കീപ്പ് ചെയ്യണം, സേഫായിട്ട്, ആരും കാണാതെ. തുറക്കല്ലേ? അങ്ങേര് ജ്വല്ലറിൽ കീപ്പ് ചെയ്തിരുന്ന ഇച്ചിക്കോളം സ്വർണ്ണം ഞാൻ കഴിഞ്ഞ മാസം അടിച്ചു മാറ്റി. അതുകൊണ്ട് എന്തായി, 2 പാവപ്പെട്ട പെൺകുട്ടികളുടെ കല്യാണം അന്തസ്സായിട്ട് നടത്താൻ പറ്റി. മുടുക്കൻ അച്ചടക്കെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേണം. ടെൻഷൻ അടിക്കണ്ട, ഇതൊരു നല്ല കാര്യത്തിന് കൊണ്ടുപോണ പൈസയാ. ആശുപത്രിയിൽ നിന്ന് ബോർഡ് എഴുതി വെച്ചിട്ടേ പണിക്കര് കെട്ടിപ്പോയിക്ക് വലിയൊരു ബ്ലേഡ് കമ്പനിയില്ലേ, അവിടെ ഒരു കുട്ടി ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കണുണ്ടേ. ബില്ല് കണ്ടപ്പോ ദേ കിടക്കണ കുട്ടിയുടെ അച്ഛൻ ബോധം കെട്ട്. അവാർഡ് കിട്ടാണ്ടൊന്നല്ല, പേവാർഡിലെ ബില്ലടക്കണ്ടേ. പാവങ്ങളാ, അവറ്റ എളപ്പം എങ്ങനെ ഞെക്കി പിഴിഞ്ഞാലും ആ ബില്ലടയ്ക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ നമ്മൾ എന്താ ചെയ്യാ? പണിക്കർ ഈ പെട്ടിയിലിരിക്കുന്ന കാശെടുത്ത് അവിടുത്തെ പെട്ടിയിലിട്ടാൽ അവറ്റകൾക്ക് ആശുപത്രിയിൽ നിന്നും വരാം. ഈ ബ്ലാക്ക് ഇത്തിരി വൈറ്റ് ആവും, സർക്കാരിന് ആ വകയിൽ നികുതിയും കിട്ടും. എന്തേ മറന്നു നന്നായി. ഇപ്പോഴൊരു കാര്യം ആലോചിച്ചേ, ഉണ്ടത്തി ചേച്ചി ഇപ്പൊ പണിക്കർക്ക് വേണ്ടി മാത്രം ചെയ്യണ ആ പണിയില്ലേ, അത് നാട്ടുകാർക്ക് മുഴുവൻ വേണ്ടി ചെയ്യണ ഒരാള് ഞങ്ങളുടെ ചേരിയിലുണ്ട്. സർവീസു വലിയ യൂണിയൻ അവരുടെ. എന്താ നോക്കണ ഒരു മെമ്പർഷിപ്പ്? ആലോചിച്ചിട്ട് മതി. പോട്രാ സിഐഡി മൂസേ. ആശുപത്രി കൊടുത്തത് പോട്ടെ, ബാക്കി ഉണ്ടായിരുന്നില്ല ഇമ്മിന് കാശി. അത് പൊതിഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങിയതിനാ അഹങ്കാരം, അല്ലാതെന്താ? കള്ളപ്പണം മോഷ്ടിക്കാം, ചെലവാക്കാൻ പാടില്ല അല്ലേ? ഏതായാലും കള്ളനെന്ന് പേരുണ്ട്, എന്നാ പിന്നെ സ്ഥിരം ദൂരാക്കി ജീവിച്ചൂടെ? ഈ പണിക്കരുടെ മാത്രം കക്കൂന്ന് എന്തിനത്ര വാശി പിടിക്കണേ? അതെനിക്ക് മനസ്സിലാവാത്തത്. എന്താ മിണ്ടാത്തെ? നിന്റെ കൊരവള്ളി പൊട്ടിയാ? ആണ്ടവൻ കക്കണേൽ ഒരു കാമ്പുണ്ട് മോനെ, സമ്പാദിച്ചു കൂട്ടാനാണെങ്കിൽ പണി വേറെ ഉണ്ടല്ലോ. പിന്നെ നീ കക്കണത് നാടകം നാക്കാനാണല്ലോ. എന്റെ ആണ്ടവാ, എല്ലു മുറിയെ കട്ട പല്ലു മുറിയെ തിന്നാം. നീ കേട്ടിട്ടില്ലേ? ഒക്കുന്ന കാലത്ത് കാപത്ത് കട്ടാൽ ആപത്ത് കാലത്ത് പോലീസ് പൊക്കും, പോലീസ് പൊക്കും, പോലീസ് പൊക്കും. ആണ്ടവാ നിന്ന പോലീസ് പോലീസ് പൊക്കും. അല്ല സാറേ, ഇന്ന് ഞായറാഴ്ചയായിട്ട് പോലീസ് സ്റ്റേഷൻ ഒഴിവൊന്നുമില്ലേ? നീയൊക്കെ എവിടെ കൊണ്ട് ഒളിപ്പിച്ചാലും ഒരു ദിവസവും പോലീസിന്റെ വല കുടുങ്ങും. സാറ് അനാവശ്യം പറയരുത്, ഞാൻ അവനെ കണ്ട് ഒരുപാട് നാളായി. ആരാടാ? ഓ സാറിന് എന്താ അറിയാത്ത പോലെ. ഏതായാലും അധികം നാൾ അവൻ ഒളിച്ചിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പോലീസിനോട് അവന്റെ കളി. എന്റെ സർവീസ് ഇന്നത്തോടെ തീർന്നു, പക്ഷെ ഇനി വരാൻ പോണ ആളുണ്ടല്ലോ, അത്ര പെട്ടെന്ന് കബളിപ്പിക്കാന്ന് വിചാരിക്കണ്ട കേട്ടോടാ. അവനെങ്ങാനും ആ ചേരിയിൽ വന്നു പോകുന്നുണ്ടെന്ന് അറിഞ്ഞ ഒറ്റ എണ്ണത്തിന് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ പറ്റില്ല, മനസ്സിലായോ? ആ എന്നാ പോ, ജീപ്പെടുക്കണോ? ഇപ്പോ ഇവിടെ വന്ന് ഓസി നിന്ന് ഭീഷണിപ്പെടുത്തി പോയുള്ള ഏമാമാര് ടൗൺ ക്ലീൻ ആക്കാൻ പോവാണത്രേ. ഇനി അധികകാലം കച്ചവടം ചെയ്യാൻ പാടില്ലെന്ന്. പിച്ചക്കാരും തട്ടുകടക്കാരും ഒഴിവാക്കിയ നഗരം നന്നാവുന്ന സർക്കാർ പറഞ്ഞത്. ഒഴിപ്പിക്കാൻ പറ്റുമപ്പാ, നമുക്ക് നോക്കാം, നീ ചുമ്മാതിരി. നാളെ പുതിയ SI ചാർജ് എടുക്കല്ലേ, മിനിമം 4 ദിവസം നമ്മുടെ കച്ചവടം സ്വാഹ. പുതിയ SI ചാർജ് എടുക്കുമ്പോ ആള് കരുത്തനാണെന്ന് അറിയിക്കാൻ നാട്ടിലെ ഓട്ടോറിക്ഷക്കാരോടും തട്ടുകടക്കാരുടെ അടുത്തല്ലേ കാണിക്കാൻ പറ്റൂ. എന്നാലല്ല അതിനൊരു പബ്ലിസിറ്റി കിട്ടുള്ളൂ. ഒന്ന് നിന്നോടത്തേക്ക് പപ്പ ഒരു കുഴപ്പമില്ല. ഓട്ടറ കൊണ്ടുപോയ നായന്റെ മോൻ ഇനി അവന്റെ പൊടി കിട്ടില്ല. 2 ദിവസമായിട്ടുള്ള കാണാൻ തുടങ്ങിയിട്ട് കണ്ണ് തെറ്റി അപ്പ കക്കും. എന്റെ അല്ലാ, 100 രൂപ ബീഫും പൊറോട്ടയാ പക എടുത്തിട്ട് പോയത്. ഒന്ന് പോട്ടെ മായിനെ. എന്ത് പോട്ടേന്ന്? ഒരു പൊതി കൂടി എടുത്തേ.
ചോറും വാരി വെച്ച് തിന്നത് അവനെ ഇന്ന് ഞാൻ ദാ, എന്തിനാ കരയണേ? മോൻ കരയണ്ട കേട്ടോ, മോൻ ആരും ചീത്ത പറയില്ല. ഓ ഒക്കത്തെടുത്ത് വെച്ചിട്ട് കുപ്പിപ്പാലിയായിട്ട് അവിടെ തൊള്ളയിലേക്ക്. മോന്റെ വീട് എവിടെയാ? കുരുത്തക്കേറിന്റെ കൂടെ പ്രഭാണ്ടത്. മോന്റെ അച്ഛനോ? അച്ഛൻ ഇല്ല, അമ്മ? അമ്മ എന്നെ ഇട്ടിട്ട് പോയി. അത് ശരി, അത്ര കുരുത്തുള്ള വിത്താവും. വേണ്ടവാ, ഇപ്പൊ തന്നെ നീ അവിടെ 3-4 കൊണ്ടിട്ടുണ്ട്. പോരാണ്ട ഈ കുരിശി നീ വിട്ടേ. സാറില്ല കേട്ടോ. അപ്പൊ എന്റെ റസി 5ാമത് പെറ്റൂന്ന് അർത്ഥം. നീ വണ്ടി തള്ളു. सब है बता, देख मुझे सब है बता. ഈ ഒടുക്കത്തെ കുടിയും വലി നിർത്താണ്ട് നിങ്ങൾ ഒരു കാലത്തും ഗുണം പിടിക്കില്ല, അത് ഉറപ്പാ. എടി ഭാസ്കരൻ കുടിക്കണേ സങ്കടം കൊണ്ടാ. ഇത് കണ്ട ഇടനെഞ്ചി കിടന്ന് പൊട്ടയാണ്, എനിക്കറിയാമോ? എന്റെ ഗൽബിൽ നീയാണ്, എന്റെ ഗൽബിൽ നീയാണ്. തുടങ്ങിയല്ലേ നിന്റെ വാങ്ങുകളെ? എടാ എനിക്കറിയാടാ, നിന്റെ മനസ്സിന്റെ ഉള്ളിൽ ഇപ്പോഴും എന്റെ ഭാര്യ തന്നെയാണെന്ന്. എടാ എടുത്തോണ്ട് പോണ ഈ സാധനത്തിനാ. എടാ എനിക്ക് വേണ്ട ഒരു സെക്കൻഡ് ഹാൻഡ് ഓട്ടോറിക്ഷ. ഞാനൊരു പുതിയ ബാക്ക് എഞ്ചിൻ ഓട്ടോറിക്ഷ വാങ്ങിച്ച് ആദ്യം പുതിയ ഓടിച്ച് പഠിച്ചോളാടാ. ഒന്ന് പോന്റെ ഭാസ്കര. എനിക്കറിയാതെ നിനക്ക് സൈക്കിൾ. നീ എന്താ പറഞ്ഞത്? ഞാൻ തൊണ്ടാ നീ കറുത്തു പോകുന്നല്ലേ? എടി ഞാൻ ആരുടെയൊക്കെ മോനെന്ന് വണ്ടി വിടും മയങ്ങുട്ടിയെ. നിനക്കത് പറയാം. സ്വന്തം കാമുകി മറ്റൊരുത്തിന്റെ ഭാര്യയായിട്ട് അയലോക്കത്ത് കഴിയുമ്പോഴുള്ള വേദന നിനക്കറിയില്ല. ഭാസ്കരനോടാ നിന്റെ കളി. ഒരുപാട് നടക്കും. എവിടെ കഞ്ഞിനെവിടെ? ഇതെന്താ പാടി തീർന്നില്ലേ? എന്നാ പതിവ് തെറ്റിക്കണ്ട, വലിക്കാനുള്ളത്. പോയി കിടന്നുറങ്ങ്. ആ ഫൈഡർമാനെ, ഇനി മുതൽ ഇതാണ് നിന്റെ വീട്. അവിടെ പോരട്ടെ പോരട്ടെ. ആ പോരട്ടെ പതുക്കെ. റസിയ, പതിവ് കോട്ട വന്നിട്ടുണ്ട്. ഒന്ന് ബഹളം വെക്കാതിരിക്കണ്ടോ? തിന്നണ സാധനത്തിന് മണം കിട്ടിയാ മതി. കുഴിച്ചിട്ടോടുന്ന എന്നിട്ട് വരും പഞ്ചാരങ്ങള്. ആണ്ടവാ, ഇവന് ഞാൻ അറിയും. നീ ആ മാർക്കന്റെ അപ്പുറത്തുള്ളല്ലേ? പറയടാ. മതി മതി, റാഗിങ്ങൊക്കെ പിന്നെ. പാലം മണിക്കോ അമ്മാച്ചിന്റെ പൂവിന്റെ പൊളിച്ചോടി പോയതാ. സാറില്ല കേട്ടോ, സാറില്ല. നിങ്ങൾ അത് എടുത്തുണ്ടോ കഴിച്ചേൻ? പോട്ടെ പോട്ടെ, സാറില്ല കേട്ടോ. ചേച്ചിക്ക് ഈ കുട്ടികള് ഒരു ബുദ്ധിമുട്ടാവുണ്ടല്ലേ? നല്ല കാര്യേ, ഒരു രസമല്ലേ കുട്ടികള്? ദേഷ്യം വരും പിത്താത്ത വല്ലതും പറയുന്നല്ലാണ്ട് അല്ലേ താത്ത? അപ്പൊ ആ രസത്തിന്റെ ഇടയില് ഇവനും കൂടി ആവുമ്പോ ഭയങ്കര രസവും. അവരിങ്ങ് തന്നെ കണ്ടവാ. ഒഴിവുള്ളപ്പോ എനിക്ക് മെണ്ടിയും പറഞ്ഞിരിക്കാൻ ഒരാളായില്ലോ. പക്ഷേ അതിനൊഴിവുണ്ടാവോ സരസുവിനെ? വാടാ. അല്ല സരസു, നിങ്ങളുടെ ആൾക്കാർ ടൗണിൽ വലിയ സമ്മേളനം തുടങ്ങാൻ പോണെന്ന് കേട്ടു. ഞാൻ നിങ്ങളുടെ പണിക്കും കിട്ടോ പെൻഷൻ? ദേ, ഓ പിന്നെ ഇനി ആ പേരും പറഞ്ഞ് കൊറേ കാശുണ്ടാക്കും ചിലര്. അല്ല, ആണ്ടവൻ ഇന്ന് രാത്രി തന്നെ മടങ്ങോ? മനസ്സിലായി. സല്ലാപൻ.com നിന്ന് മനുഷ്യന് ന്യൂനമർദ്ദം കൂട്ടാതെ ചെന്ന് കിടന്നുറങ്ങാൻ നോക്കൂ സരസു. പോടാ വന്നേ വാവാ.